ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് അൽഹംദുലില്ലാ ഞങ്ങൾ പുതിയ വണ്ടിയൊക്കെ വാങ്ങിയതായിരുന്നു. അപ്പോൾ മക്കളെയൊക്കെ കൊണ്ടുവന്ന് കോഴിക്കോട് പോവാണ്. നമ്മുടെ പ്രിയപ്പെട്ട നാദിമോളുണ്ട്, അതുപോലെ റിജുമോൻ, ഫാബിമോൾ, പിന്നെ ഷാദിമോൾ, പിന്നെ പൂവി. ഞങ്ങളെല്ലാവരും അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടുകൂടെ കോഴിക്കോട് പോവാണ്. കോഴിക്കോട് ഞങ്ങളുടെ ലക്ഷ്യം പ്രധാനമായും ഹൈലൈറ്റ് മാളിൽ പോകും, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ലുലുവിൽ പോകണം, അല്ലെങ്കിൽ ബീച്ചിൽ പോകണം. ബീച്ചിന്റെ ഒരു നൈറ്റ് ലൈഫ് ഭയങ്കര ഉഷാറാണ്. ഇതുവരെ നമ്മളത് അനുഭവിച്ചിട്ടില്ല. ഒന്ന് കുറച്ച് ലേറ്റ് ആയതിനു ശേഷം ഞങ്ങൾ മടങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ വളരെ സന്തോഷത്തിൽ മക്കൾക്കൊക്കെ ഒരു ഹാപ്പി നൽകാൻ, ഒരു സന്തോഷം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ യാത്രകളൊക്കെ പറ്റുന്നവരൊക്കെ ചെയ്യുക. സന്തോഷം കുടുംബത്തിലും നമ്മുടെ മക്കളോടൊപ്പമൊക്കെയുള്ള യാത്ര ഒരുപാട് അവരുടെ വ്യക്തിവികാസത്തിലൊക്കെ വലിയ സ്വാധീനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു വലിയ പാഠശാലയാണ് യഥാർത്ഥത്തിൽ ഈ യാത്രകളൊക്കെ, നമ്മോടൊപ്പമുള്ള യാത്രകൾ. മാതാവും പിതാവും ഒക്കെ മക്കളോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മോശപ്പെട്ട പെരുമാറ്റങ്ങൾ തിരുത്തി കൊടുക്കാൻ, യാത്രയിലെ സംസ്കാരങ്ങൾ പഠിപ്പിക്കാൻ, മറ്റൊരാളുമായി ഇടപഴകുമ്പോൾ എങ്ങനെ വർത്തിക്കണമെന്ന് പഠിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ പേരൻസ് എന്നുള്ള നിലക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അവരോടുകൂടെ യാത്ര ചെയ്യുക, അവരോടുകൂടെ ഭക്ഷണം കഴിക്കുക, അവരോടുകൂടെ കളിക്കുക, ഇതൊക്കെ ഒരു നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ ഇൻഷാ അല്ലാഹ് മാറ്റിയെടുക്കണം. നമ്മളൊക്കെ മക്കളൊക്കെ പല രീതിയിലും ലഹരിക്കും അതുപോലെ വേണ്ടാത്ത കൂട്ടുകെട്ടിനൊക്കെ അടിമപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വേവലാതിപ്പെടുന്നു. പക്ഷെ അതിനൊക്കെ എന്താണ് പരിഹാരം എന്നതിനെക്കുറിച്ച് നമ്മൾ തീരെ ആലോചിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അതിൻ്റെ പരിഹാരം നമ്മൾ സ്വന്തം നന്നാവുക എന്നതിന് ശേഷം നമ്മുടെ കൂടെ കൂട്ടി നമ്മുടെ യാത്രകളിലും നമ്മളുടെ മറ്റു വ്യവഹാരങ്ങളിലൊക്കെ മക്കളെ കൂടെ ഉൾപ്പെടുത്തി നന്മയുടെ വഴി ഏതാണ് എന്ന് നമ്മൾ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതത്തിലൂടെയുള്ള ഒരു പാഠം നമ്മൾ നൽകിക്കൊണ്ടേയിരിക്കണം എന്നത് മാതാപിതാക്കളുടെ മേലിൽ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളൊക്കെ എല്ലാവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.